Hello everyone. Victor's ചാനലിൽ +1 ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡൈമെൻഷൻസ് ഫോർമുല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ബേസ് ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളുടെ 7 ബേസ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അത് തന്നെ 7 ഡൈമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് നമ്മളതിനെ പറയുന്നുണ്ട്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ ഡൈമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ L ആണ്, മാസിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ M, ടൈമിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ T, ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ A, തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ K, luminous intensity small cd, amount of substance small ലെറ്റേഴ്സിൽ മോൾ എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മളുടെ 7 ഡൈമെൻഷൻസ് ഓഫ് ബേസിക് ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഡൈമെൻഷൻസ് എന്നാണ്. ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിനെ, ഒരു ഡിറൈവ്ഡ് യൂണിറ്റിനെ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഫോമിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ ഫോം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഫോമിൽ എഴുതുന്നതിനാണ് ഡൈമെൻഷൻസ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഡൈമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ ആണ് കണ്ടുപിടിച്ചത്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്. അപ്പോൾ രണ്ട് ലെങ്ത് ആണെന്ന് നമുക്കറിയാം. യൂണിറ്റിൽ നോക്കുമ്പോൾ നമ്മളിവിടെ വാല്യൂ ഒന്നും നോക്കുന്നില്ല, കാരണം ഇത് മെഷർമെൻ്റ് അല്ല, യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഒന്നെങ്കിൽ L² എന്ന് എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അനുസരിച്ച് ആദ്യം മാസ് എഴുതിയിട്ട് m⁻⁴, L⁻², T ടൈം ⁻�0 എന്ന് എഴുതുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയാണ്? L² തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുമ്പം m⁻�0, L⁻², T⁻�0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് വോള്യൂം. വോള്യൂം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. രണ്ടും ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം L³ എന്ന് എഴുതാം. നമ്മൾ ഡൈമെൻഷണൽ ഫോർമുലയിൽ എഴുതുമ്പോൾ ഡൈമെൻഷണൽ ഇക്വേഷൻ ഓഫ് ദ വോള്യൂം ഇസ് L³. അടുത്തതായിട്ട് വരുന്നത് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഫോർമുല എന്താണ്? മാസ് ബൈ വോള്യൂം എന്നാണ് പറയുക. അപ്പോൾ m ബൈ വോള്യൂമിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു L³ ഡൈമെൻഷണൽ. അപ്പോൾ ഈ L³ നമ്മൾ മേലോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ ml⁻³ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡൈമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഡെൻസിറ്റി ml⁻³ അടുത്തത് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റിയുടെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. ഡെൻസിറ്റിയുടെ ഡൈമെൻഷണൽ ഫോർമുല ml⁻³ ഡെൻസിറ്റി ഓഫ് വാട്ടർ പറഞ്ഞാലും നമ്മൾക്ക് ml⁻³ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഡൈമെൻഷൻലെസ്. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഡൈമെൻഷൻലെസ്. അപ്പോൾ ചില യൂണിറ്റ്സിന്, ചില ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഡൈമെൻഷൻലെസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൂടി വരുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ്. സ്പീഡിൻ്റെ നോർമൽ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ലെങ്ത് ബൈ ടൈം. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു L/T. ടീനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്ത് മേലോട്ട് കൊണ്ടുവരുമ്പോൾ L⁻⁻1 എന്നാണ് വരിക. അപ്പോൾ ഡൈമെൻഷണൽ ഇക്വേഷൻ ഓഫ് സ്പീഡ് ഇസ് L⁻⁻1. അടുത്തത് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയും സ്പീഡും നമുക്കറിയാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ആദ്യം സ്പീഡിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ വെലോസിറ്റിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റും ലെങ്ത് ആണ്, അതുകൊണ്ട് ലെങ്ത് ബൈ ടൈം. വെലോസിറ്റിയുടെ L/T എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതുകൊണ്ട് dimensional equation of velocity is L⁻⁻1. അടുത്തതായിട്ട് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. നമ്മൾ വെലോസിറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തു, L⁻⁻1 ടൈമിൻ്റെ T.
ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ടി മേലോട്ട് കൊണ്ടുപോകും, ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ എൽ ടി റേസ് ടു -2 ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2. അടുത്തതായിട്ട് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ എം ഇൻറ്റു എൽ ടി റേസ് ടു -2. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയമെൻഷണൽ ഇക്വേഷൻ എം എൽ ടി റേസ് ടു -2. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഇസ് എം എൽ ടി റേസ് ടു -2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക്. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്താണ്? എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എൽ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ലെങ്ത് ആണ്, അതുകൊണ്ട് തന്നെ എൽ. അപ്പോൾ നമ്മൾ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് വർക്ക് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ബൈ ടി എന്നാണ് വരിക. ടീനെ നമ്മൾ മേലോട്ട് ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -3. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് പവർ ഇസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -3. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മാസ് എം, വെലോസിറ്റി എൽ ടി റേസ് ടു -1. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റം ഇസ് എം എൽ ടി റേസ് ടു -1. ഇനി നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ മൊമെൻറ്റത്തിന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എം എൽ ടി റേസ് ടു -1 ഇൻറ്റു എൽ. അപ്പോൾ നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ് കിട്ടുന്നത്? എം എൽ സ്ക്വയർ ടി റേസ് ടു -1. ഇനി നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇമ്പൾസ് ആണ് നോക്കാൻ പോകുന്നത്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് എന്താണ്? എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി. ടൈമിന് ടി. അപ്പോൾ എം എൽ ടി റേസ് ടു -1. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഇമ്പൾസ് ഇസ് എം എൽ ടി റേസ് ടു -1. Dimensional formula of pressure. Pressure is equal to force by area. So mlt raised to -2 by L square. നമ്മളിത് എൽ സ്ക്വയർ മേലോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എം എൽ ടി റേസ് ടു -2 എൽ റേസ് ടു -2 എന്നാണ് കിട്ടുന്നത്. സോ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് പ്രഷർ ഈസ് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗിൾ. ആംഗിളിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോർമുല പഠിച്ചിരുന്നു, ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ആണ്, റേഡിയസും ലെങ്ത് ആണ്. അതുകൊണ്ട് 1 ആയിരിക്കും ഡയമെൻഷണൽ ഫോർമുല കിട്ടുന്നത്. 1 വരുന്നിടത്തെല്ലാം ഡയമെൻഷനൽ ലെസ് ആണ്. ഡയമെൻഷൻ ലെസ് ആണ്. ആംഗിളൊപ്പം ഡയമെൻഷൻ ലെസ് ആണ്. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗിൾ ബൈ ടൈം. അപ്പോൾ 1/t എന്നാണ് കിട്ടുന്നത്. ഈ ടി മേലോട്ട് ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് ടി റേസ് ടു -1 എന്നാണ് കിട്ടുക. അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് ടി റേസ് ടു -1. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ആംഗുലാർ വെലോസിറ്റി ടി റേസ് ടു -1 ആണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ബൈ ടി, ടി മേലോട്ട് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ ടി റേസ് ടു -2 എന്നാണ് കിട്ടുക. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ടി റേസ് ടു -2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി. ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ് എനർജിയുടെ ഫോർമുല. അപ്പോൾ നമ്മളവിടെ ഹാഫ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ദിസ് ഇസ് എ യൂണിറ്റ്. വാല്യൂ അല്ല, യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എം മാസ് ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ നമുക്ക് എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ എം ഇൻറ്റു എൽ സ്ക്വയർ ടി റേസ് ടു -2. അതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എനർജി. എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അടുത്തത് സർ ഒരു അസൈൻമെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി mgh എന്നുള്ളൊരു ഫോർമുല കൂടി എനർജിക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി ഈ ഒരു ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ എം മാസ്,
ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ, അപ്പോൾ എൽ ടി റേസ് ടു നെഗറ്റീവ് 2, എച്ച് ലെങ്ത് ആണ്, ഹൈറ്റ് ആണ്, അപ്പോൾ ലെങ്ത്ത് എൽ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഡയമെൻഷണൽ ഫോർമുല നോക്കിയാലും ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എനർജി ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2. സെയിം തന്നെ ആയിരിക്കും വരുന്നത്. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എനർജി ബൈ ഇൻപുട്ട് എനർജി. രണ്ടും എനർജി തന്നെയാണ്. അപ്പോൾ സെയിം ഫോർമുല ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 ബൈ എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2. അപ്പോൾ 1 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഡൈമെൻഷൻലെസ്. ഇനി അടുത്തതായിട്ട് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് ടോർക്ക്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താണ്? എം എൽ ടി റേസ് ടു നെഗറ്റീവ് 2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലെങ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ടോർക്ക് ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് മുതൽ നമുക്കൊരു അസൈൻമെൻ്റ് ആണ്. സാറ് നമുക്ക് ഫോർമുല പറഞ്ഞു തന്നു, എന്നിട്ട് അതിൽ നിന്ന് ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ഇതായിരുന്നു നമ്മുടെ അസൈൻമെൻറ്റ്. അപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ തന്നിട്ടുണ്ട്. എല്ലാതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. സോ എം ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എം എൽ സ്ക്വയർ എന്നാണ്. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇസ് എം എൽ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുകയാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് സാർ പറഞ്ഞു തന്നു. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം എം എൽ ടി റേസ് ടു നെഗറ്റീവ് 2 ആണ്, ഏരിയ എൽ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് സ്ട്രെസ് ഈസ് എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ രണ്ടും ലെങ്ത് തന്നെയാണ്, എൽ ബൈ എൽ. 1 ആയിരിക്കും ആൻസർ വരിക. സോ സ്ട്രെയിൻ ഈസ് ഡയമെൻഷൻ ലെസ്. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയുടെ ഫോർമുല സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമുക്ക് എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2 ബൈ 1 എന്നാണ് എഴുതുക. അപ്പോൾ എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2 ആണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല. എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇപ്പോൾ വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ആണ് വരിക. വെലോസിറ്റി ഈസ് എൽ ടി റേസ് ടു നെഗറ്റീവ് 1 ബൈ വേവ് ലെങ്ത് വിച്ച് ഇസ് എ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എൽ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ എല്ലും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ എൽ ടി റേസ് ടു നെഗറ്റീവ് 1 എന്നാണ് അവിടെ ബാക്കിയുള്ളത്. സോ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫ്രീക്വൻസി ഈസ് ടി റേസ് ടു നെഗറ്റീവ് 1. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ നമ്മൾ എന്തായാലും എച്ച് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തിട്ട് എച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ന്യൂ എന്നാക്കുക. എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 ബൈ ടി റേസ് ടു നെഗറ്റീവ് 1 എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ ടി റേസ് ടു നെഗറ്റീവ് 1. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എം എൽ ടി റേസ് ടു നെഗറ്റീവ് 1. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എം റേസ് ടു നെഗറ്റീവ് 1 എൽ റേസ് ടു 3 ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എൽ ടി റേസ് ടു നെഗറ്റീവ് 2. ഫോഴ്സ് ബൈ മാസ് ആണ്. സോ എം എൽ ടി റേസ് ടു നെഗറ്റീവ് 2 ബൈ എം എന്ന് തന്നെയാണ് വരിക. അപ്പോൾ എൽ ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. വർക്ക് ബൈ മാസ് ആണ്. എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 മാസ് എം എന്നാണ് ഡിവൈഡഡ് ബൈ എം എന്നാണ് വരിക. എമ്മും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൽ സ്ക്വയർ
ടി റേസ് ടു നെഗറ്റീവ് 2 എന്നാണ് നമുക്ക് കിട്ടുക. സോ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ഇസ് എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സർഫസ് ടെൻഷൻ. ഫോഴ്സ് ബൈ ലെങ്ത് ആണ് ഫോർമുല. സോ ഫോഴ്സ് എം എൽ ടി റേസ് ടു നെഗറ്റീവ് 2 ലെങ്ത് ബൈ എൽ. സോ എല്ലും ക്യാൻസലായി എം ടി റേസ് ടു നെഗറ്റീവ് 2 എന്നാണ് നമുക്ക് കിട്ടുക. സോ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് സർഫസ് ടെൻഷൻ ഇസ് എം ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സർഫസ് എനർജി. എനർജി ബൈ ഏരിയ ആണ് ഫോർമുല. എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 എനർജി ബൈ എൽ സ്ക്വയർ ആണ് ഏരിയ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എം ടി റേസ് ടു നെഗറ്റീവ് 2. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് സർഫസ് എനർജി ഇസ് എം ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. ഇതാണ് ഫോർമുല. അപ്പോൾ നമ്മൾ ഈറ്റ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈറ്റനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു എഫ് ഡി എക്സ് ബൈ എ ഡി വി എന്നായി നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് അത് ഡയമെൻഷണൽ ഫോർമുലയുടെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എം എൽ ടി റേസ് ടു നെഗറ്റീവ് 2 ഇൻറ്റു എൽ ബൈ എൽ സ്ക്വയർ ഇൻറ്റു എൽ ടി റേസ് ടു നെഗറ്റീവ് 1. എല്ലാ കാൽക്കുലേഷന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 1 എന്നായിരിക്കും. സോ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 1. അടുത്തതായിട്ട് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ഫോഴ്സ് ബൈ എലോങ്ങേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ എക്സ്റ്റൻഷൻ ആണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എലോങ്ങേഷൻ നമുക്കറിയാം ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ എല്ലാ കാൽക്കുലേഷന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ എം ടി റേസ് ടു നെഗറ്റീവ് 2. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഇസ് എം ടി റേസ് ടു നെഗറ്റീവ് 2. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ബൈ വോള്യൂം. എനർജി നമുക്കറിയാം എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. വോള്യൂം എൽ ക്യൂബ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷന് ശേഷം കിട്ടുന്ന ആൻസർ എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2 എന്നായിരിക്കും. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എനർജി ഡെൻസിറ്റി ഇസ് എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2. Dimensional formula of refractive index. Velocity of light in vacuum, velocity of light in a medium. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി രണ്ടിനും ഒരേ ഇക്വേഷൻ ആണ് വരുന്നത്. എൽ ടി റേസ് ടു നെഗറ്റീവ് 1 ബൈ എൽ ടി റേസ് ടു നെഗറ്റീവ് 1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻസർ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഡയമെൻഷൻലെസ്. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോ. നമുക്കറിയാം ട്രിഗ്നോമെട്രിക് റേഷ്യോയിൽ രണ്ടും ലെങ്ത് ആണ്. ലെങ്ത് ബൈ ലെങ്ത് എന്നാണ് വരിക. സോ 1 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സോ ട്രിഗ്നോമെട്രിക് റേഷ്യോ ഇസ് ഓൾസോ ഡയമെൻഷൻലെസ്. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ലേറ്റൻറ്റ് ഹീറ്റ്. ഹീറ്റ് എനർജി ബൈ മാസ് ആണ് നമ്മൾ നോക്കേണ്ടത്. എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 ബൈ മാസ് എം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 2 എന്നായിരിക്കും. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ലേറ്റൻറ്റ് ഹീറ്റ് ഇസ് L square T raised to negative 2. Next, dimensional formula of specific heat. Specific heat in the formula heat energy by mass into temperature എന്നാണ്. So ml square T raised to negative 2 by m into K. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ L square T raised to negative 2 K raised to negative 1 എന്നായിരിക്കും. Dimensional equation of specific heat is L square T raised to negative 1 K raised to negative 1. അടുത്തതായിട്ട് സെയിം ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് ഈ ഒരു എല്ലാ ക്വാണ്ടിറ്റീസും നോക്കുമ്പോൾ അതിൽ ചിലത് സിമിലർ ആയിരിക്കും. രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടുന്ന ഡയമെൻഷണൽ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മൊമെൻറ്റം ഇമ്പൾസ് എം എൽ ടി റേസ് ടു നെഗറ്റീവ് 1. ഇത് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത് സ്പീഡ് ആൻഡ് വെലോസിറ്റി എൽ ടി റേസ് ടു നെഗറ്റീവ് 1. വർക്ക് എനർജി ടോർക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും ഡയമെൻഷണൽ ക്വാണ്ടിറ്റി എം എൽ സ്ക്വയർ ടി റേസ് ടു നെഗറ്റീവ് 1 എന്നാണ്. അടുത്തത് പ്രഷർ സ്ട്രെസ് എലാസ്റ്റിസിറ്റി എം എൽ റേസ് ടു നെഗറ്റീവ് 1 ടി റേസ് ടു നെഗറ്റീവ് 2. സർഫസ് ടെൻഷൻ സർഫസ് എനർജി എം ടി റേസ് ടു നെഗറ്റീവ് 2 ആണ് രണ്ടിൻ്റെയും ഡയമെൻഷണൽ ക്വാണ്ടിറ്റി. അപ്പോൾ
അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾക്കറിയാം കുറേ ഫോർമുലാസ് പഠിക്കാനുണ്ട്. നിങ്ങൾ ഹയർ ഗ്രേഡ്സിൽ കുറേ ബേസ് ഫോർമുലാസ് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഡൈമെൻഷണൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ പതിയെ ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ എക്സാംസിനൊക്കെ എഴുതാൻ വേണ്ടി അതെന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പതിയെ അത് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നോട്ട്സ് ആൻഡ് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ bell, because when we post new notes, you will also get the notification. So see you all in my next video. Thanks for watching. Bye bye.